ജനിച്ചതിനു ശേഷം ലൈവിത കണ്ണടച്ചിട്ടില്ല. കൺപീലികൾ ചലിപ്പിക്കാൻ കഴിയാത്തതിനാൽ കണ്ണുകൾ അടയ്ക്കാനാകില്ല. ദേഹമാസകലം തൊലി പൊളിഞ്ഞു പോകും. നിറം മാറി വരുന്ന തൊലി അടർത്തി മാറ്റിയില്ലെങ്കിൽ ഇത് കട്ടിയാകും. പിന്നീട് നീക്കം ചെയ്താൽ ശരീരത്തിൽ നിന്ന് രക്തം വരും. സ്വതവേ ശരീരോഷ്മാവ് കൂടുതലായ കുട്ടിക്ക് ചെറുചൂട് പോലും അസഹനീയമാണ്. തെർമോമീറ്ററിനെ തോൽപ്പിക്കുന്ന ചൂട് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചികിത്സയ്ക്കായി പല ആശുപത്രികൾ കയറിയിറങ്ങിയെങ്കിലും ഡോക്ടർമാർക്കാർക്കും രോഗം കണ്ടെത്താനായിട്ടില്ല. ചികിത്സയ്ക്കും ദൈനംദിന ചെലവുകൾക്കുമായി കഷ്ടപ്പെടുകയാണ് പിതാവ് ലൈബിനും അമ്മ അനിതയും. ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ട് മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചാണ് സഹായ വാഗ്ദാനം നൽകിയത്. കുട്ടിയുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും ജില്ലയിൽ തന്നെ വീടും സ്ഥലവും ലഭ്യമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി ലൈബിനെ അറിയിച്ചിരുന്നു. ലൈബിന് സ്വന്തമായി ഓട്ടോറിക്ഷ നൽകുമെന്നും കുഞ്ഞിനും അമ്മയ്ക്കും പെൻഷൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. സഹായം വാഗ്ദാനം ചെയ്തു, രേഖകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഈ സ്റ്റാഫുകളുടെ അനാസ്ഥകൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മുഖ്യമന്ത്രിനെ കാണാനായിട്ട് ഒരു വഴിയില്ല. നമ്മൾ സാധാരണക്കാരനല്ലേ, സാധാരണക്കാർക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. പോകാനായിട്ട് ഞാൻ ഒരുപാട് പേരായിട്ട് കോൺടാക്ട് ചെയ്തു. പക്ഷേ ആർക്കും ഒന്നിനും പറ്റില്ല. കളക്ടറേറ്റിൽ കയറി മടുത്തു. കയറി ചെല്ലും, നമ്മളായിട്ട് വട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തട്ടുക. ഓരോരുത്തർ ഓരോ ടേബിളിലേക്ക് വിളിച്ച് മാറ്റി അപ്പുറത്തെ ടേബിൾ ഇപ്പുറത്തെ ടേബിൾ അങ്ങനെ പോയി. ഫയല് കാണാനില്ല, അങ്ങനെയൊക്കെയാണ് പറയാം. സർക്കാരിന്റെ സഹായ വാഗ്ദാനം ഉണ്ടായതിനു പിന്നാലെ ഈ കുടുംബത്തിന് ലഭിച്ചിരുന്ന മറ്റു സഹായങ്ങൾ പോലും ഇല്ലാതായി. എന്നാൽ ജനസമ്പർക്ക പരിപാടിയിലൂടെ ലഭിച്ച 50,000 രൂപ മാത്രമാണ് ഈ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് സഹായമായി ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ ലൈബിന്റെ വരുമാനമാണ് വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം. ഇന്ത്യ വിഷൻ, കൊച്ചി.